ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി പോകുന്നത് നമ്മളുടെ മലേഷ്യയിലെ അവാന സ്കൈവേ കേബിൾ കാർ യാത്രയുടെ ദൃശ്യങ്ങളിലൂടെയാണ് കേട്ടോ. നമ്മുടെ മലേഷ്യയിലെ ജെൻറ്റിങ് ഹൈലാൻഡ് എന്ന മനോഹരമായിട്ടുള്ള മലനിരയുടെ ഏറ്റവും സൂപ്പർ അനുഭവങ്ങളിൽ ഒന്നാണ് ഈ അവാന സ്കൈവേ കേബിൾ കാർ യാത്ര. ഈ ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നത് പോലെ ഉയരത്തിലേക്ക് പതുക്കെ പതുക്കെ ഉയർന്നു പോകുന്ന ഈ കേബിൾ കാർ യാത്ര പ്രകൃതി സ്നേഹികൾക്കും സഞ്ചാരപ്രേമികൾക്കും ഒരിക്കലും മറക്കാനാവാത്ത ദൃശ്യവിരുന്നാണ് കേട്ടോ. അപ്പം മലേഷ്യ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്തതും ഏറ്റവും ജനപ്രിയമുള്ള ഒരു ആകർഷണം കൂടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഈ അവാന സ്കൈവേ കേബിൾ കാർ യാത്ര എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആ സ്റ്റേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളിയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. എൻ്റെ യാത്രയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ്. അപ്പം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ ഈ മലേഷ്യയിലെ ഓരോ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ എത്ര മനോഹരമായിട്ടുള്ള റോഡുകളൊക്കെയാണ് കേട്ടോ. നമുക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മലേഷ്യൻ ഗവൺമെന്റിനും ഇവിടുത്തെ ജനതകൾക്കും വലിയൊരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. കാരണം അവർ അവരുടെ സ്ഥലങ്ങൾ അത്ര വൃത്തിയായിട്ടാണ് അവർ സൂക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രകൃതിക്കും വലിയ പ്രാധാന്യമാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് യാത്രയിലേക്ക് നമുക്ക് കിടക്കാം. ഈ ജെൻറ്റിൻ ഹൈലാൻഡിലേക്ക് പോകുന്ന വഴിയായി സ്ഥിതി ചെയ്യുന്ന അവാന സ്റ്റേഷനാണ് കേട്ടോ ഈ കേബിൾ കാർ യാത്രയുടെ ആദ്യത്തെ സ്റ്റേഷൻ. ഇവിടെ നിന്ന് സ്റ്റേഷൻ വരെ എല്ലാ കാര്യങ്ങളും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയാണ് ഇവിടുത്തെ ഗവൺമെന്റ് സജ്ജീകരിച്ചിരിക്കുന്നത്. ടിക്കറ്റ് കൗണ്ടറിലും അതുപോലെ തന്നെ മെഷീനുകളൊക്കെ ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ ലഭിക്കും എന്നതാണ് അവർ പ്രധാനമായിട്ട് പോയിന്റ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം എല്ലാ കാര്യങ്ങളും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ഒട്ടും നമ്മൾ ബോറടിപ്പിക്കാത്ത രീതിയിൽ, വെയിറ്റ് ചെയ്യിപ്പിക്കാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും വളരെ സുഗമമായിട്ടാണ് അവർ ചെയ്തു തന്നിരിക്കുന്നത് കേട്ടോ. നമ്മൾ അവിടെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ തിരഞ്ഞെടുക്കേണ്ട കേബിൾ കാർ എന്ന് പറയുന്നത് ഈ ഗ്ലാസ് ഫ്ലോറുള്ള കേബിൾ കാറുകൾ നമ്മൾ തിരഞ്ഞെടുക്കണം. അതൊരു പ്രത്യേക അനുഭവമാണ് നമ്മൾക്ക് തരുന്നത്. കാരണം ഈ കേബിൾ കാറുകളുടെ വില കുറച്ച് കൂടുതലാണെങ്കിലും അത് നൽകുന്ന അനുഭവം അതിലേറെ മനോഹരമാണ്. കാരണം സ്റ്റേഷനിൽ തന്നെ സഞ്ചാരികൾക്ക് വിശ്രമിക്കുവാനുള്ള എല്ലാ സ്ഥലങ്ങളും ഭക്ഷണശാലകളും ഷോപ്പിങ്ങുകളും ഒക്കെ ഇവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഈ അവാന സ്റ്റേഷനിൽ നിന്ന് കേബിളുകൾ പതിയെ മുകളിലേക്ക് ഉയരുമ്പോൾ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്നത്. അതിനോടൊപ്പം തന്നെ അതുല്യമായിട്ടുള്ള പ്രകൃതി സ്നേഹവും ഒരുമിച്ച് ലഭിക്കും. അവാന സ്കൈവേയുടെ ഏറ്റവും പ്രത്യേകതകളിൽ ഒന്ന് ചിൻസ്വി സ്റ്റേഷനാണ് കേട്ടോ. ഇത് പാതി വഴിയിൽ വരുന്ന ഒരു സ്റ്റോപ്പാണ് കേട്ടോ. പക്ഷേ ഇവിടെ ഇറങ്ങാതെ നിങ്ങൾ ആരും തന്നെ പോകരുത്. അത് വലിയൊരു നഷ്ടമായിട്ട് മാറും. കാരണം അവിടെ മനോഹരമായിട്ടുള്ള ചിൻസ്വി ടെമ്പിൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ ആ റെഡ് നിറത്തിൽ കാണുന്ന ഒരു വലിയൊരു ടെമ്പിൾ കണ്ടില്ലേ? ഇതാണ് ചിൻസ്വി ടെമ്പിൾ എന്ന് പറയുന്നത്. നമ്മൾ എന്തായാലും അവിടെ ഇറങ്ങി ടെമ്പിളിലെ കാഴ്ചകളൊക്കെ കണ്ടു. അത് നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡിൽ കാണാനായിട്ട് സാധിക്കും കേട്ടോ. അടിപൊളിയായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാഴ്ച എന്ന് പറയുന്നത്. അത്യന്തം മനോഹരമായിട്ടുള്ള ഒരു ചൈനീസ് ക്ഷേത്ര സമുച്ചയമാണ് ഈ ചിൻസ്വി ടെമ്പിൾ എന്ന് പറയാൻ സാധിക്കും. യാത്രക്കാരിൽ പലരും ഇവിടെ ഇറങ്ങി ഈ ക്ഷേത്രത്തിന്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചതിന് ശേഷമാണ് അടുത്ത സ്റ്റേഷനിലേക്ക് അവർ പോകുന്നത്. സഞ്ചാരികൾ ചിത്രങ്ങൾ എടുക്കാൻ വേണ്ടി ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് കേട്ടോ ഇത്. ഈ പ്രകൃതിയും കലയും ആത്മീയതയും ഒക്കെ ഒരുമിച്ച് ചേരുന്ന ഒരു സ്റ്റേഷനാണ് ചിൻസ്വി ടെമ്പിളിലെ കാഴ്ചകൾ എന്ന് പറയുന്നത്. നമ്മൾ ഇനി ഈ ഇടവേള കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ സ്കൈവേയിൽ കയറി വീണ്ടും നമ്മൾ ഉയരത്തിലേക്ക് പോകണം. എങ്കിൽ മാത്രമേ സ്കൈ അവന്യൂവിൽ നമുക്ക് എത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ചിൻസ്വി മുതൽ സ്കൈ അവന്യൂ വരെയുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും മറക്കാനാവാത്ത കാഴ്ചകളാണ്. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ. ഇത് വലിയൊരു സന്തോഷമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ യാത്രയുടെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന
സ്കൈ അവന്യൂവിലേക്കുള്ള യാത്രയാണ് കേട്ടോ. മലയുടെ മുകളിൽ സ്കൈ അവന്യൂ മാൾ കാണുന്ന ദിശയിലേക്ക് നമ്മളുടെ ഈ കേബിൾ കാർ ഉയരുമ്പോൾ താഴെയുള്ള കാടുകൾ, മൂടിക്കെട്ടിയ മേഘങ്ങൾ, കാറ്റിനൊപ്പം ഒഴുകുന്ന തണുപ്പിന്റെ സ്പർശം, ഇതെല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോൾ കിട്ടുന്ന ഒരു ദൃശ്യാനുഭവം ഉണ്ടല്ലോ, അത് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല കാലാവസ്ഥയുള്ള ദിവസങ്ങളിലാണെങ്കിൽ വളരെ വിദൂരതയിലുള്ള കാഴ്ചകൾ വരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ മഞ്ഞു നിറഞ്ഞ ദിവസങ്ങളിലാണെങ്കിൽ അത് വേറിട്ട ഒരു കാഴ്ചയായിരിക്കും നമുക്ക് നൽകുന്നത്. ഈ മേഘങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കുന്നത് പോലെയുള്ള ഒരു അനുഭവമായിരിക്കും ആ സമയത്ത് ഉണ്ടാവുന്നത്. ഇനി ഈ യാത്രയുടെ അവസാനത്തെ സ്റ്റേഷൻ കൂടിയാണ് ഈ സ്കൈ അവന്യൂ സ്റ്റേഷൻ. ഇവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് ഈ കേബിൾ കാറിൽ നിന്ന് നമ്മൾ ഇറങ്ങുന്നത് വലിയൊരു വിനോദ ലോകത്തിലേക്കാണ് കേട്ടോ. ഇവിടെ സ്കൈ അവന്യൂ മാള്, റിസോർട്ട് വേൾഡ് ജെന്റിങ്, കാസിനോകൾ, റെസ്റ്റോറൻറ്റുകൾ, ഷോപ്പിംഗ് സെന്ററുകൾ, അങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു അത്ഭുത ലോകം. ഈ മലയിലെ തണുത്ത കാലാവസ്ഥ, മേഘങ്ങൾ നിറഞ്ഞ ഒരു അന്തരീക്ഷം, ഇങ്ങനെ പല സ്ഥലത്തും പലതരത്തിലുള്ള ചലച്ചിത്രങ്ങളുടെ തിയേറ്ററുകളും റെസ്റ്റോറൻറ്റുകളും എല്ലാം കൂടി ചേർത്ത് ഈ ഒരു സ്ഥലം ഒരു അടിപൊളിയാക്കി മാറ്റുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഈ യാത്രയുടെ അവസാന സ്റ്റേഷൻ എത്തുന്നത് സ്കൈ അവന്യൂ സ്റ്റേഷൻ ആണെന്ന്. നമ്മളിപ്പോൾ അവിടേക്ക് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അവിടേക്ക് ഇറങ്ങുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്നത് വലിയൊരു വിനോദ ലോകമാണ്. അത്ഭുതങ്ങളുടെ വലിയൊരു വിനോദ ലോകം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സ്കൈ അവന്യൂ മാള്, ഒരുപാട് റിസോർട്ടുകൾ, കാസിനോകൾ, റെസ്റ്റോറൻറ്റുകൾ, ഷോപ്പിംഗ് സെന്ററുകൾ, അങ്ങനെ എല്ലാം കൂടി ചേർന്ന ഒരു അത്ഭുതങ്ങളുടെ ഒരു മായിക ലോകം എന്ന് നമുക്ക് വേണമെങ്കിൽ അതിനെ പറയാനായിട്ട് സാധിക്കും. അപ്പോൾ വിശ്വസിച്ച് നിങ്ങൾക്ക് ഈ യാത്ര നടത്താം. അപ്പോൾ നിങ്ങൾ മലേഷ്യയിലേക്ക് യാത്ര ചെയ്യുന്നുവെങ്കിൽ ഞാനും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുകയാണ്. ഈ ഹവാന സ്കൈവേ യാത്ര ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. വീണ്ടും നമ്മൾക്ക് പുതിയ അനുഭവങ്ങളും പുതിയ കാഴ്ചകളുമായിട്ട് വരാം. അപ്പൊ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. അപ്പൊ നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളെ കൂടി ആസ്വദിക്കട്ടോ. അപ്പൊ നമുക്ക് നാളെ കാണാം. ബൈ ബൈ.